45 കൊല്ലം വലിച്ചു പിടിച്ച കോർപ്പറേഷൻ അഴിമതിയിൽ മുങ്ങിക്കൊടുത്ത കോർപ്പറേഷനാണ്. ഇവിടുന്ന് ഇഷ്ടപ്പെടാൻ ഒരു പ്രവർത്തനമേ ഉള്ളൂ. അടുത്ത 9 കഴിയുമ്പോൾ ശബരിനാഥ് മേയറായി തിരുവനന്തപുരത്തിന്റെ കോർപ്പറേഷൻ മേയറായി അധികാരത്തിൽ വരും. ഒരു സംശയം വേണ്ട ഇതിനകത്ത്. ആദ്യമായിട്ട് KPCC പ്രസിഡന്റ് ആദ്യമായിട്ട് തിരുവനന്തപുരം ജില്ല കോർപ്പറേഷൻ ഏറ്റെടുത്ത വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ചെയ്ത് എന്താണ്? ആദ്യമായിട്ട് കരുത്തുറ്റ സ്ഥാനാർത്ഥികളെ നമുക്ക് നിയമിക്കാൻ കഴിഞ്ഞു. അവിടെ റിവനില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ വളരെ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ അധികാരത്തിൽ വരുന്ന സംശയം വേണ്ട. ഇവിടുത്തെ നല്ലവരായ ജനങ്ങൾക്കൊക്കെ പറഞ്ഞ ആ കോട്ടയം അവർ തീരുമാനിച്ചു കഴിഞ്ഞു. രാഷ്ട്രീയമല്ല ഇത്. അവരുടെ മനസ്സാക്ഷികൾ സൂക്ഷിച്ചു കഴിഞ്ഞു ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന്. ഇവിടെ ആര് ഭരിക്കും, കോർപ്പറേഷൻ ആര് ഭരിക്കണമെന്ന് അവർ തീരുമാനമെടുത്തു കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ അനിത അലക്സ് കരുത്തുറ്റ സാരഥിയാണ്. വിളിച്ചാൽ ഓടി വരും. എനിക്കറിയാം, വിളിച്ചാൽ ഓടി വരും. ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന കണ്ണീർ ഒപ്പാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് അനിത അലക്സ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അടുത്ത 9-ാം തീയതി കഴിയുമ്പോൾ 45 കൊല്ലം ഭരിച്ചു പൊടിച്ച കോർപ്പറേഷനിൽ കോൺഗ്രസിന്റെ സമർത്ഥനായ നേതാവ്, ഏറ്റവും പ്രിയങ്കരനായ നേതാവ് ശബരിനാഥ് മേയറായി അധികാരത്തിൽ വരും സംശയമൊന്നും വേണ്ടതാണ്. വീണ്ടും പേടിക്കാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി ഒരു ഭരണമാറ്റ കോർപ്പറേഷൻ അഴിമതിയെ തുറച്ചു മാറ്റുവാൻ, അഴിമതി തകർത്തും നിശ്ചയിച്ച് കളയുവാൻ പുതിയൊരു ഭരണം കോർപ്പറേഷൻ കൊണ്ടുവന്നാൽ കേരളത്തിലെ ഇവിടുത്തെ തിരുവനന്തപുരം നിവാസികളെ അവരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുന്നൊക്കെ ഭരിച്ച് നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നിർത്തുന്നു. നന്ദിയിലേക്ക്. അടുത്തതായി നമ്മുടെ സേവാദൾ ജില്ലാ ചീഫ് കോർ കമ്മിറ്റി അംഗമായ ശ്രീ ജോർജ് ലൂയിസ്. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ, ഏറ്റവും പ്രിയങ്കരിയായ നമ്മുടെ സ്ഥാനാർത്ഥി അനിത അലക്സ്, മറ്റ് ഇവിടെ നേതാക്കളെ, സഹപ്രവർത്തകരുടെ സുഹൃത്തുക്കളെ, എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞ് ഞാൻ എൻ്റെ സമയം ദീർഘിപ്പിക്കുന്നു. നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായ ഒരു സ്ഥാനാർത്ഥിയാണ് നമ്മുടെ ഇവിടെ കേശവന്റെ വാർഡിൽ മത്സരിക്കുന്നത്, ശ്രീമതി അനിത അലക്സ്.